നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 6K കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കഥകൾക്ക് ശേഷം ഇന്നൊരു ഹൊറർ കഥയായാലോ? എനിക്കധികം താല്പര്യമില്ലാത്ത ജോണറാണ് ഈ ഹൊറർ. വെറുതെ എന്തിനാ പേടിച്ചുള്ള ഉറക്കം കളയണത്? എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും എല്ലാ ജോണറിലുള്ള കഥ നമ്മുടെ ചാനലിൽ വേണമെന്ന ആഗ്രഹത്തിലാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥ തമിഴ് ഹൊറർ കോമഡി ത്രില്ലർ സിനിമ റം. രചനാ സംവിധാനം സായി ഭരത്. അപ്പോൾ ആരംഭിക്കലാങ്കളാ. സിനിമ തുടങ്ങുന്നത് രണ്ടുപേര് സൈക്കിളിൽ വരുന്നത് കാണിച്ചുകൊണ്ടാണ്. സമയം രാത്രി. അവരൊരു വലിയ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അതിലൊരുത്തൻ മറ്റവനോട്, അണ്ണൻ എന്തിനാണ് ഈ രാത്രിയിൽ വന്ന് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാവിന്റെ ഓണർ അവരോട് ബംഗ്ലാവിന്റെ അകം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി വന്നാണ് അവരങ്ങനെ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറി കഥ കടയ്ക്കുന്നു. ആകെ ഇരുട്ടാണ്. അപ്പോൾ ക്യാമറ അങ്ങനെ വാതിലിന് നേരെ സൂം ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ലൈറ്റ് തെളിയുന്നു. അത് അവർ തന്നെ ഇട്ടതാണ്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സീൻ സംവിധാനം ചെയ്താണ്. ഹൊറർ സിനിമയല്ലേ, പേടിച്ചേക്കാം. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അകത്ത് തറയിൽ രക്തക്കറയുണ്ട്. അതൊരുത്തനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു സഞ്ചി എടുത്ത് കുറേ സാധനങ്ങളെല്ലാം എടുത്തിടുന്നു. കൂട്ടത്തിൽ ഒരു റുബിക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ അവിടെ ആർക്കോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്തൊരു ശബ്ദം കേട്ട് അവർ വന്ന് നോക്കുമ്പോൾ മുകളിലത്തെ നിരയിൽ നിന്നും സ്റ്റെയർ കേസ് വഴി ബൗൺസ് ചെയ്ത് ഒരു ചെറിയ ബോൾ അവരുടെ കാലിന് ചൂട്ടിൽ വന്ന് വീഴുന്നു. അവർ ആ ബോൾ എടുത്ത് അല്പം പേടിയോടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ സഞ്ചിയിലിട്ട റുബിക്സ് ക്യൂബ് സഞ്ചി തനിയെ മറിഞ്ഞ് വീണ് അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വീണ് പറന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. മുകളിൽ സ്റ്റെയർ കേസിന് നേരെ തന്നെ ഒരു റൂമുണ്ട്. അപ്പോൾ അവരിലൊരുത്തൻ പേടിയോടെ പതുക്കെ ആ റൂം തുറന്നപ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് ശക്തമായൊരു പ്രകാശവും ഉടനെ തന്നെ അവൻ നേരെ തെറിച്ച് മുകളിൽ നിന്നും താഴ്ത്ത നിലയിലെ തറയിലേക്ക് വന്ന് അടിച്ചു വീഴുന്നു. മറ്റവൻ ഓടി വീണ് കിടക്കുന്നവന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അവൻ മരിച്ചിരുന്നു. പെട്ടെന്ന് സൈഡിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് വീടിന്റെ സീലിംഗിൽ കൂടി സോംബിയെ പോലൊരു രൂപം പതുക്കെ അവന്റെ നേരെ ഇഴഞ്ഞു വരുന്നു. അവൻ പേടിച്ചു നിൽക്കാണ്. പെട്ടെന്ന് ആ രൂപം ഒരു കറുത്ത പുകയോടൊപ്പം അവന്റെ നേരെ ചാടി വീഴുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അവന്റെ അലർച്ചയും കേൾക്കാം. അവിടെ സിനിമയുടെ ടൈറ്റിൽ. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് സൂപ്പറാണ്. അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധിന്റെ പവർ കാണിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ അടുത്ത സീനിൽ ടിവിയിൽ ന്യൂസ് കാണിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് കാണാതെ പോയ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ രംഗരാജന്റെ ബോഡി ഒരു കാട്ടുപ്രദേശത്ത് നിന്ന് കണ്ടുകിട്ടിയെന്നായിരുന്നു ആ ന്യൂസ് ഒരുത്ത് മദ്യവെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബോഡി കണ്ടെടുത്ത് കാട്ടുപ്രദേശത്ത് മീഡിയക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അവർ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ രംഗരാജന്റെ ബോഡിയിൽ വെടികൊണ്ട പാടുകളുണ്ട്. മകനെ കഴുത്തറുത്താണ് വന്നിരിക്കുന്നത്. മകൾ തുളസിയെ കാണാനില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം വെച്ച് അന്വേഷണം നടത്തുമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. അവിടെ നിന്നും കാണിക്കുന്നത് ഒരു പാരാനോർമൽ റിസർച്ച് കോൺഫറൻസ് ആണ്. അതിലൊരാൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഈ സിനിമയിലെങ്ങും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടർ എന്ന് വിളിക്കുകയാണ്. ചികിത്സിക്കുന്ന ഡോക്ടറല്ല, ഈ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കില്ലേ, അപ്പോൾ അദ്ദേഹം പാരാനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം. അദ്ദേഹം പറയുന്നത്, പണ്ട് രാജഭരണകാലത്ത് യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന ഒരു ആത്മാക്കൾ ആ യുദ്ധഭൂമിയിൽ നിന്നും പുറത്തു വന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി യുദ്ധഭൂമിയുടെ ചുറ്റുമായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നാരങ്ങയും അതുപോലെ ചില ശക്തിയുള്ള ചുണ്ണാമ്പുകലുകളും മറ്റുമൊക്കെ കുഴിച്ചിടുമായിരുന്നു. അങ്ങനെ കുഴിച്ചിടുന്ന സ്ഥലങ്ങളെല്ലാം കൂട്ടി വരച്ചാൽ ഒരു പിരമിഡ് ഷേപ്പ് പോലെ ആയിരിക്കും ഇരിക്കുക. ഈ നാരങ്ങയ്ക്കും ചുണ്ണാമ്പുകലുകൾക്കും ഒക്കെ ആത്മാക്കളെയും അതുപോലുള്ള ശക്തികളെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റ് ചില കല്ലുകളാണ് നമ്മുടെ മോതിരത്തിലൊക്കെ വെക്കുന്ന ചില കല്ലുകൾ, പണ്ടത്തെ രാജാക്കന്മാരുടെ കിരീടത്തിലൊക്കെ ഉണ്ടായിരുന്ന കല്ലുകൾ, പിന്നെ ഈ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കുന്ന കല്ലുകൾ. ഇതിനെല്ലാം പോസിറ്റീവ് എനർജി ഉണ്ട്. അത് മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ ഇതുപോലുള്ള കല്ലുകൾ ഇപ്പോൾ ഇന്ത്യയിലില്ല. ഈജിപ്റ്റ്, വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ് മുതലായ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇതുപോലുള്ള കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ശക്തിയുള്ള കല്ലുകൾ, നാരങ്ങ മുതലായവ ആത്മാക്കളെ ഒരു സ്ഥലത്ത് നിന്നും വെളിയിൽ വരാതെ തടയാൻ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കോൺഫറൻസ് അവസാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ നായകനെയും ടീമിനെയാണ്. നായകന്റെ പേര് ശിവ. ഇവനെ മനസ്സിലായോ? നമ്മുടെ VIP സിനിമയിലെ ധനുഷിന്റെ അനിയൻ. നായിക റിയ. ഇത് രാജണ്ണൻ. ഇത് കുറൽ. അവന് സംസാരശേഷിയില്ല, ഊമയാണ്. ഇത് സുരേഷ് എന്ന നേപ്പാളി. ഇവനാണ് ആദ്യ കൊലപാതകത്തിന്റെ വാർത്ത ടിവിയിൽ കണ്ടുകൊണ്ടിരുന്നില്ലേ, അവൻ. ഇവർക്ക് എന്താണ് പണി എന്ന് വെച്ചാൽ ഇവർ നല്ല ഒന്നാന്തര ഹൈടെക് കള്ളന്മാരാണ്. ഇപ്പൊ തോമസ് എന്നൊരാൾ അവർക്കൊരു പുതിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നായകൻ അവരോട് എല്ലാവരോടും വിശദീകരിക്കുകയാണ്. ആ മോഷണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 കോടിയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണ് മോഷ്ടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 25 കോടിയോളം രൂപ വില മതിക്കുന്ന അമൂല്യമായ രത്നങ്ങളും അതുപോലുള്ള വേറെ ചില കല്ലുകളുമാണ്. 7-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു രാജാവ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു ഗംഭീര കോവിൽ നിർമ്മിച്ചിരുന്നു. അടുത്തിടെ അവിടെ പുരാവസ്തു ഗവേഷകർ കുഴിച്ച് പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ആ രാജാവിന്റെ വിലമതിക്കാനാവാത്ത ഡയമണ്ട് ആഭരണങ്ങളും അതുപോലുള്ള മറ്റ് വസ്തുക്കളും കല്ലുകളൊക്കെ കണ്ടുകിട്ടിയിരുന്നു. അതെല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കോടീശ്വരൻ ലേലത്തിൽ പിടിച്ച് ഗവൺമെന്റിന് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഡയമണ്ട്സ് ഹൈദരാബാദിലുള്ള ഒരു മ്യൂസിയത്തിൽ വെക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ രാജാവ് തമിഴ്നാട്ടിലുണ്ടായിരുന്ന രാജാവായതുകൊണ്ട് ആ സ്റ്റോൺസ് എല്ലാം ഹൈദരാബാദിലല്ല, തമിഴ്നാട്ടിലെ മ്യൂസിയത്തിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് തമിഴന്മാർ പ്രശ്നം
ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആ സ്റ്റോൺസ് വരുന്ന 15-ാം തീയതി ഫ്ലൈറ്റിലാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സുരക്ഷിതമായ കണ്ടെയ്നറിൽ റോഡ് വഴിയാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്നും കല്ലുകൾ അടിച്ചു മാറ്റാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ പോകുന്ന റോഡിൽ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെ മുഴുവൻ ഫാക്ടറികളാണ്. ആ ഫാക്ടറികളിൽ നിന്നും അമിതമായ പുകയാണ് പുറത്തേക്ക് തള്ളുന്നത്. കൂടാതെ ഇപ്പോൾ മഞ്ഞുമാസമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഭയങ്കര സ്മോഗ് ആയിരിക്കും പുറത്ത്. സ്മോഗ് എന്ന് പറഞ്ഞാൽ സ്മോക്കും ഫോഗും ചേർന്നത്, അതായത് പുകയും മഞ്ഞും കൂടി ചേർന്ന് സാധാരണ കാണുന്നതിനേക്കാളും വളരെ അവ്യക്തമായിട്ടായിരിക്കും റോഡും പരിസരവും കാണാൻ പറ്റുക. അപ്പോൾ വിസിബിലിറ്റി കുറയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് ആ മോഷണം നടത്താൻ പറ്റും. അങ്ങനെ അടുത്ത സീനിൽ രാത്രി സെക്യൂർഡ് ആയ ഒരു ട്രക്കിൽ സാധനം കൊണ്ടുപോവുകയാണ്. മുമ്പിൽ ഒരു എസ്കോർട്ട് പോലീസ് ജീപ്പ് ഉണ്ട്. പക്ഷെ അവർക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വഴി ശരിക്കും കാണാൻ പറ്റുന്നില്ല, ആകെ മൂടൽമഞ്ഞാണ്. അങ്ങനെ പകുതി വഴി എത്തിയപ്പോൾ നമ്മുടെ നായകനും നായികയും കുറലും ഒരു കാറിൽ ട്രക്കിന് ഫോളോ ചെയ്യുന്നു. അവൻ രാജണ്ണനും നേപ്പാളിക്കും വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിവരം കൊടുക്കുന്നുണ്ട്. റോഡിന് നടുക്ക് അവരൊരു ജാമർ ഇട്ടിട്ടുണ്ട്. പോലീസ് ജീപ്പ് ആ ജാമറിന് കടന്നുപോയതും രാജണ്ണൻ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള മാഗ്നറ്റ് ഓൺ ആയി പുറകെ വന്ന ട്രക്കിന്റെ അടിയിലേക്ക് അത് ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ തന്നെ നേപ്പാളി ആ ട്രക്കിന് നേരെ ഒരു സ്മോക്ക് ഫയർ ചെയ്യുന്നു. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. അതിനുശേഷം അവരുടെ ബോധം പോകുന്നു. അപ്പോൾ ട്രക്കിൽ ഒട്ടിപ്പിടിച്ച് ജാമർ ആക്ടിവേറ്റ് ആയതുകൊണ്ട് കൺട്രോൾ റൂമിലുള്ള പോലീസുകാർക്ക് വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ആ വണ്ടിയുമായിട്ടുള്ള GPS കണക്ഷൻ നഷ്ടപ്പെട്ടു. കൺട്രോൾ റൂമിലുള്ള ഇൻസ്പെക്ടർ ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാരനെ വയർലെസ് വഴി വിളിച്ചിട്ട് എന്താണ് പറ്റിയതെന്ന് അന്വേഷിക്കുന്നുണ്ട്. ആ പോലീസുകാരനും ഇതേ അവസ്ഥ തന്നെയാണ്. അയാൾക്കും വണ്ടിയുടെ സിഗ്നൽ കിട്ടുന്നില്ല. അയാൾ ട്രക്കിലെ ഡ്രൈവറെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ട്രക്കിലെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെ മയക്കാനായിട്ട് നമ്മുടെ രാജണ്ണൻ ഒരു മയക്കുമരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആൾ കെമിസ്ട്രിയിൽ പുലിയാണ്. അപ്പോൾ ശിവ കണ്ടെയ്നറിന് മുകളിൽ കയറി ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതുവഴി ഒരു ഗ്യാസ് ട്യൂബിൽ നിറച്ച ഈ മരുന്ന് താഴത്തേക്ക് ഇടുന്നു. താഴെ വീണ് അത് പൊട്ടിയതും ആ മരുന്നിലുള്ള പുക ശ്വസിച്ച് ആ ഗാർഡുമാർ എല്ലാവരും മയങ്ങി വീഴുന്നു. അതിനുശേഷം കുറൽ ട്രക്കിലുണ്ടായിരുന്ന GPS ട്രാക്കർ കണ്ടുപിടിച്ച് അതെടുത്ത് ഒരു RC കാറിൽ വെച്ചിട്ട് അത് റോഡ് വഴി മുന്നോട്ട് ഓടിച്ചു വിടുന്നു. ശിവയും റേയും പ്രൊട്ടക്ഷൻ മാസ്ക് വെച്ച് ട്രക്കിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കിന് മുന്നിൽ എസ്കോർട്ട് ജീപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ എന്തായാലും പുറകിൽ വണ്ടിയില്ലെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരും. അപ്പോൾ ആ ജീപ്പ് ബ്ലോക്ക് ചെയ്യണം. അതിന് രാജണ്ണൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. ആൽക്കലി വെള്ളത്തിൽ മിക്സ് ആയാൽ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ തീ പിടിക്കും. അപ്പോൾ കെമിസ്ട്രിയിൽ മാത്രം എങ്ങനെയാണ് രാജണ്ണൻ പുലിയാതെന്ന് ചോദിച്ചപ്പോൾ കെമിസ്ട്രി ടീച്ചർ കാണാൻ സൂപ്പറായിരുന്നു, അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാക്കിയില്ല, അങ്ങനെയാണെന്ന് രാജണ്ണൻ പറയുന്നു. അപ്പോൾ ഈ ജീപ്പ് പോയ വഴിയൊക്കെ കുണ്ടും കുഴിയുണ്ട്, അതിൽ വെള്ളമുണ്ട്. ആ വെള്ളം ജീപ്പിന്റെ ടയറിലുണ്ടാവും. കൂടാതെ മഞ്ഞുമാസമാണല്ലോ. അപ്പോൾ രാജണ്ണൻ ആൽക്കലി ചെറിയ ഗ്ലാസ് ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. നേപ്പാളി അത് റോഡിൽ കൊണ്ടുപോയി ഇടുന്നു. ഇതേസമയം ട്രക്കിനകത്ത് നിന്ന് ശിവയും റേയും അതിലുള്ള ലോക്കറിന് ചുറ്റും ചെറിയ ബോംബുകൾ വെച്ച് പുറത്തിറങ്ങി കണ്ടെയ്നറിന്റെ ഡോർ അടിച്ച് ആ ബോംബ് പൊട്ടിക്കുന്നു. അപ്പോൾ ലോക്കറിന്റെ വാതിൽ ഇളകി പോകുന്നു. ഇതേസമയം ചെക്ക് പോസ്റ്റിൽ ചെന്ന ജീപ്പ് പുറകെ ട്രക്കില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കണ്ടെയ്നറിനകത്ത് കയറി ശിവയും റേയും ഡോറ് പൊളിഞ്ഞു കിടക്കുന്ന ലോക്കറിനകത്ത് ഡയമണ്ട്സും കല്ലുകളും അടങ്ങിയ ബോക്സ് കാണുന്നു. അവർ അതെടുത്ത് തുറന്നു നോക്കി ഉറപ്പുവരുത്തിയിട്ട് അതുമായി ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതേസമയം തിരിച്ചു വന്നുകൊണ്ടിരുന്ന പോലീസ് ജീപ്പ് റോഡിൽ കിടന്ന ആൽക്കലി ഗ്ലാസ് ബോട്ടിൽ കാണാതെ അതിൽ കൂടെ കയറിറങ്ങി ആ ഗ്ലാസ് ബോട്ടിൽ പൊട്ടി ആൽക്കലി ടയറിലാവുന്നു. ടയറിൽ ഓൾറെഡി വെള്ളമുണ്ടല്ലോ. അങ്ങനെ അത് രണ്ടും മിക്സ് ആയി 4 ടയറിന് തീ പിടിക്കുന്നു. അത് കണ്ട് പെട്ടെന്ന് പോലീസുകാർ വണ്ടി നിർത്തി ഇറങ്ങി പുറത്തേക്ക് ഓടി മാറുന്നു. പെട്ടെന്ന് തീ പിടിച്ച ടയറുകളെല്ലാം പൊട്ടുന്നു. ഇതേസമയം ശിവ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോയി കുറച്ച് ദൂരം ചെന്നിട്ട് ആക്സിലേറ്ററിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ വണ്ടി തനിയെ മുന്നോട്ട് ഓടുന്നു. പുറകെ റേയും കുരലും അവരുടെ കാറിൽ വന്ന് ശിവയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റിലെ പോലീസുകാരൻ പോലീസ് ജീപ്പിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് GPS ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, ട്രക്ക് നിങ്ങളുടെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അവർ അവരുടെ മൊബൈൽ എടുത്ത് ട്രാക്കിംഗ് നോക്കിയപ്പോൾ വണ്ടി അവരുടെ നേരെ തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവർ പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെക്കാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ വന്നത് ആദ്യം കുറൽ GPS എടുത്ത് ഒരു RC കാറിൽ വെച്ച് ഓടിച്ചു വിട്ടില്ലേ, ആ കാറായിരുന്നു. അവർ ചമ്മിപ്പോയി. അവരത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ശിവ ഓടിച്ചു വിട്ട് ഒറിജിനൽ ട്രക്ക് അവരുടെ നേരെ പാഞ്ഞു വന്ന് അവരെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ മോഷണം എല്ലാം കഴിഞ്ഞ് ശിവയും ടീമും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശിവ എന്തോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. നേരത്തെ ശിവയും ടീമും ഇവരുടെ മോഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ദിവസം ഇവരൊരു മോഷണം പ്ലാൻ ചെയ്യുന്നത് ആരും മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവരൊരു ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനില്ലേ, അയാൾ അങ്ങോട്ട് വന്ന് അവരുടെ ടേബിളിന് മുന്നിൽ ഇരുന്നിട്ട് ശിവയും ടീമും ആരാണെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമെന്നും പറഞ്ഞിട്ട് ഇവരുടെ പ്ലാനിങ് ഒരുത്തൻ വീഡിയോ എടുത്തില്ലേ, ആ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതെടുത്ത ആൾ ഈ പോലീസുകാരൻ്റെ ആളായിരുന്നു. ഈ പോലീസുകാരൻ്റെ പേരാണ് തോമസ്. ശിവയുടെയും ടീമിന്റെയും മോഷണത്തിന്റെ ഒക്കെ തെളിവ് തോമസിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അന്ന് മുതൽ തോമസ് ഇവരെ വെച്ച് പല മോഷണങ്ങളും ചെയ്യുന്നു. 60-40 അതാണ് അവർ തമ്മിലുള്ള ഡീൽ. അതായത് മോഷ്ടിക്കുന്ന മുതലിന്റെ 60% തോമസിനും 40% ശിവയ്ക്കും ടീമിനും. വേറെ വഴിയില്ലാതെയാണ് അവർ തോമസിന്റെ ഈ ഡീലിന് ഓക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ തോമസ് അവരെ പിടിച്ചകത്തിടും. തെളിവ് അവന്റെ കയ്യിലുണ്ടല്ലോ. ശിവയും ടീമും എല്ലാവരും അസ്വസ്ഥരാണ്. അപ്പോൾ ശിവ, ആ ദ്രോഹിയോടൊപ്പം നമുക്ക് എന്തായാലും ജോലി ചെയ്യാം, പക്ഷേ ദ്രോഹം
നടക്കാതെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജണ്ണൻ കള്ളു കുടിച്ചിട്ട് തലയ്ക്ക് പിടിക്കരുതെന്ന് പറഞ്ഞ് എപ്പടാ എന്ന് പറയുന്നു. അങ്ങനെ തോമസ് ഇപ്പോൾ അവർക്ക് കൊടുത്ത പുതിയ മോഷണമാണ് ഈ രത്നങ്ങളും കല്ലുകളും കൊള്ളയടിക്കുന്നത്. മോഷണത്തിന് ശേഷം എല്ലാവരോടും ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് തോമസ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് വീണ്ടും ശിവയെ കാണിക്കുമ്പോൾ അവൻ പകുതി വഴിയിൽ വണ്ടി നിർത്തിച്ച് ഇറങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ വെക്കുന്നു. അപ്പോൾ ഇതേ സമയം തന്നെ തോമസ് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അയാൾക്ക് അവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് തോമസ് വല്ലാതെ ദേഷ്യത്തിലാവുന്നുണ്ട്. അപ്പോൾ ശിവ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ മോഷണങ്ങളെല്ലാം കഴിയുമ്പോൾ ശിവ മാത്രമാണ് മോഷ്ടിച്ച പണമായിട്ട് തോമസിന്റെ അടുത്ത് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം മാത്രം എല്ലാവരോടും വരണമെന്നാണ് തോമസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശിവയ്ക്ക് എന്തോ സംശയമുണ്ട്. കാരണം ഇപ്രാവശ്യത്തെ മോഷണം അവർ ഇതുവരെ ചെയ്തതുപോലെ ചെറിയ പൈസയുടെ അല്ലല്ലോ. അപ്പോൾ ഈ കല്ലുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് തോമസ് അവരെ കൊന്നു കളയുമോ എന്നാണ് ശിവയുടെ സംശയം. അപ്പോൾ അവന്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അവൻ കൊല്ലും, വീഡിയോയും തെളിവും അവന്റെ കയ്യിലില്ല എന്ന് നേപ്പാളി സംശയം ചോദിച്ചപ്പോൾ, ഈ കല്ലുകൾ നമ്മുടെ കയ്യിലുള്ളത്തോളം കാലം തോമസ് നമ്മളൊന്നും ചെയ്യില്ലെന്ന് ശിവ പറയുന്നു. ഇപ്പോൾ കുറച്ചുനാൾ ഒളിച്ചു താമസിക്കാൻ ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് നമുക്ക് ആവശ്യമെന്ന് ശിവ പറഞ്ഞപ്പോൾ, എന്റെ നാട്ടിലൊരു കാട് ഏരിയയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു വലിയ വീടുണ്ട്, ഒരു NRAയുടെ ആണ്, 2 വർഷമായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ്, അങ്ങോട്ട് പോകാമെന്ന് നേപ്പാളി പറയുന്നു. ശിവ അത് സമ്മതിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ആ വലിയ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇതേ വീടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പ്രേത വീട്. അവരെല്ലാവരും അകത്തേക്ക് പോകുന്നു. ശിവ നേപ്പാളിയോട് കാറിൽ നിന്നും കീ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. നേപ്പാളി കീ എടുത്തിട്ട് പോകുന്നു. ഇതിനിടയിൽ രാജന്റെ വാച്ച് അഴിഞ്ഞ് താഴെ മുറ്റത്ത് വീണു പോകുന്നുണ്ട്. പക്ഷെ രാജൻ അത് അറിഞ്ഞില്ല. വീടിനകത്താണെങ്കിൽ ലൈറ്റ് ഇല്ല. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് റൂം ഉണ്ട്, അവിടെ ജനറേറ്റർ ഉണ്ടെന്ന് നേപ്പാളി പറയുന്നു. പക്ഷെ അവർ ചെന്ന് നോക്കിയപ്പോൾ അതിൽ ഡീസൽ ഇല്ല. വണ്ടിയിൽ ക്യാനിൽ ഡീസൽ ഉണ്ട്. നേപ്പാളി ഇത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ അണ്ടർഗ്രൗണ്ട് റൂമിൽ നിന്ന് നേപ്പാളി പോകുന്നു. അങ്ങനെ അവൻ ഹാളിൽ എത്തിയപ്പോൾ ഏതോ കുട്ടി സംസാരിക്കുന്ന ശബ്ദം കേട്ട് ലൈറ്റർ തെളിച്ച് പേടിയോടെ പതുക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എന്ന് നോക്കിയപ്പോൾ അതൊരു ക്രീപ്പി പാവയായിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോയോ? സെയിം പിച്ച്, ഞാനും പേടിച്ചു പോയിരുന്നു. അത് രാജണ്ണൻ നേപ്പാളി പേടിപ്പിച്ചതായിരുന്നു. നേപ്പാളി പേടിച്ചു പോയത് കണ്ട് ഞാൻ പോയി ഡീസൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രാജണ്ണൻ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. രാജണ്ണന്റെ കയ്യിൽ ഒരു നൈറ്റ് വിഷൻ ഗ്ലാസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അണ്ണൻ ആ ഇരുട്ടത്ത് ഈസി ആയിട്ട് നടന്നു പോകുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്നും ഡീസൽ എടുത്തുകൊണ്ട് വന്ന് ജനറേറ്ററിൽ ഒഴിച്ച് അത് ഓൺ ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് എല്ലാം കത്തുന്നു. അതിനുശേഷം അവർ അണ്ടർഗ്രൗണ്ട് മുറിയിൽ നിന്നും മുകളിലെത്തിയപ്പോൾ ശിവയ്ക്ക് നിലത്തിടുന്ന ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. അവനതെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ റിയ വന്ന് അവൻ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് നേപ്പാളിയും രാജണ്ണനും ആ അണ്ടർഗ്രൗണ്ട് റൂമിൽ നിന്നും കയറി വരുന്നു. അപ്പൊ നേപ്പാളിക്ക് ശിവ എടുത്ത അതേ സ്ഥലത്ത് ആ ബുക്ക് പിന്നെയും കിട്ടുന്നുണ്ട്. നേപ്പാൾ ഇത് പോക്കറ്റിൽ ഇട്ടിട്ട് പോകുന്നു. പക്ഷെ അതെങ്ങനെ 2 പ്രാവശ്യം? അപ്പൊ ലാസ്റ്റ് കയറി വന്ന കുറലിന് അവിടെ നിന്ന് റുബിക്സ് ക്യൂബ് കിട്ടുന്നുണ്ട്. അവനത് അവിടെ ഉണ്ടായിരുന്ന ടീപ്പോയിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നീട് ഒരു റൊമാൻറ്റിക് സോങ് എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ സ്റ്റെയർ കേസിന് മുകളിലെ പൂട്ടിയിട്ട് ആ മുറി കണ്ട് കുറൽ പതുക്കെ അങ്ങോട്ട് കയറി പോകുന്നു. എന്നാൽ അവൻ പോകുന്ന കണ്ട് രാജണ്ണൻ നേപ്പാളിയോട് അവനെ വിളിച്ചിട്ട് വരാൻ പറയുന്നു. നേപ്പാളി എന്ന് കുറലിനെ വിളിച്ച് അങ്ങോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഹാളിൽ കുറൽ വെച്ച് റുബിക്സ് ക്യൂബ് കാണിക്കുമ്പോൾ അത് തനിയെ വായുവിൽ ഉയർന്ന് തനിയെ സോൾവ് ചെയ്യുന്നു. പെട്ടെന്ന് മുറിക്കകത്തുനിന്ന് കുറൽ അങ്ങോട്ട് വരുന്നു. അതേസമയം തന്നെ റുബിക്സ് ക്യൂബ് ടീപ്പോയുടെ മുകളിലേക്ക് വീഴുന്നു. കുറൽ അതെടുത്ത് മുറിക്കകത്തേക്ക് പോകുന്നു. ശിവയും റിയയും ഒരു റൂമിലും രാജനറും കുരലും നേപ്പാളിയും വേറെ റൂമിലുമാണ്. അവർ അവിടെ അങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറൽ ആ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് രാജണ്ണൻ മൂത്രം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുന്നു. അപ്പൊ പെട്ടെന്ന് കുറലിന്റെ കയ്യിലിരുന്ന് റുബിക്സ് ക്യൂബ് തനിയെ സോൾവ് ആകുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് പേടിച്ചത് താഴേക്ക് ഇടുന്നു. എന്നിട്ട് മുറിക്ക് പുറത്തിറങ്ങി ഹാളിലേക്ക് വന്നപ്പോൾ കാത് തുളയ്ക്കുന്നത് പോലെ അസഹനീയമായ ഒരു ശബ്ദം വരുന്നു. അവൻ അസ്വസ്ഥതയുടെ 2 ചെവിയും പൊത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ശബ്ദം മാറി സ്റ്റെയർ കേസിന് മുകളിൽ നിന്നും നമ്മൾ ആദ്യം കണ്ടതുപോലെ ആ വെളുത്ത ബോൾ ചാടി അവന്റെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുന്നു. കുറൽ പതുക്കെ അതെടുത്ത് പേടിയോടെ സ്റ്റെയർ കേസിന് മുകളിലേക്ക് കയറി പോകുന്നു. അവിടെ ആ മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ ബോൾ മുറിയുടെ വാതിലിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ കയ്യിൽ വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പൂട്ട് അനങ്ങുന്നു. കുറൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ആ പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ബംഗ്ലാവിന്റെ ഗേറ്റിന് പുറത്തു നിന്നും കാണിക്കുമ്പോൾ അവിടെ പകൽ പോലെ നല്ല പ്രകാശം. എന്നാൽ വീടിനകത്ത് ഇരുട്ടാണ്. അതെപ്പെടാ? വീണ്ടും കുറലിനെ കാണിച്ചപ്പോൾ അവൻ മുറിയുടെ മുമ്പിലായിട്ട് തറയിലേക്ക് വന്ന് അടിച്ചു വീഴുന്നു. അവൻ ആ പൂട്ട് തുറക്കാൻ പറ്റിയില്ല. അവൻ വീണ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് കുറലിനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് ആരോ തള്ളിയിട്ടു എന്ന് അവൻ ആംഗ്യത്തിലൂടെ പറയുന്നു. അങ്ങനെ അവർ അവനെയും കൂട്ടി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ റിയ പുറത്തു പോയി നോക്കിയിട്ട് അവരുടെ അടുത്ത് വന്ന് നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ശിവ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവർ സമ്മതിച്ചില്ല. രാജണ്ണൻ നേപ്പാളിയുടെ മുറിയിൽ നിന്ന് മദ്യം എടുത്തിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ബംഗ്ലാവിന് പുറത്ത് മുറ്റത്ത് ക്യാമ്പ് ഫയർ സെറ്റ് ആകുന്നു. ഇതേസമയം അകത്ത് മദ്യം എടുക്കാൻ പോയ നേപ്പാളി ശിവയും റിയയും കിടന്നിരുന്ന മുറിയിൽ നിന്നും ആ കല്ലുകളടങ്ങിയ ബോക്സ് ഇല്ലേ അതെടുത്ത് പുറത്തു വരുന്നു. അതേസമയം നേപ്പാളി വരാൻ ലേറ്റ് ആവുന്ന കണ്ട് രാജണ്ണ അകത്തേക്ക് വരുന്നു. രാജണ്ണനെ കണ്ട നേപ്പാളി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ അടിയിലേക്ക് ആ ബോക്സ് ഒളിപ്പിക്കുന്നു. അപ്പോൾ ആ മേശയിൽ തട്ടി മേശപ്പുറത്തിരുന്ന രാജണ്ണന്റെ നൈറ്റ് വിഷൻ ഗ്ലാസ് താഴേക്ക് വീഴുന്നു. ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ രാജണ്ണൻ നീ ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് ചോദിച്ച് നേപ്പാളിയുടെ അടുത്തേക്ക് ഇരുന്നു. നേപ്പാളി പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് അതെടുക്കാൻ പോയതാണെന്ന് കള്ളം പറയുന്നു. നേപ്പാളി ഇതിന്റെ ഇടയിൽ കൂടി എന്താ ഗെയിം കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ക്യാമ്പ് ഫയറിന് മുന്നിൽ ഒരു സോങ്. അതിനുശേഷം ബംഗ്ലാവിന്റെ അകത്ത് കുരലിനെ കാണിക്കുമ്പോൾ ആദ്യം അവൻ
താഴെയിട്ട റുബിക്സ് ക്യൂബ് ഇപ്പോൾ കംപ്ലീറ്റ് സോൾവ് ആയി താഴെ കിടക്കുകയാണ്. അവൻ അതെടുത്ത് സംശയത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുറിയിൽ നിന്നും പുറത്ത് ഹോളിലേക്ക് വരുന്നു. എന്നിട്ട് ആ വീട്ടിൽ മുമ്പ് നടന്ന എല്ലാ കാര്യം അവൻ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേറൊരു മുറിയുടെ വാതിൽ തനിയെ തുറക്കുന്നു. അവൻ അല്പം ഭയത്തോടെ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നിലത്ത് നിന്നും അവൻ എന്തോ ഡയറി പോലെ ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. അവൻ അത് അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് വെക്കുന്നു. എന്നിട്ട് കട്ടിൽ ചെന്നിരിക്കുന്നു. ഇതേസമയം വീടിന് പുറത്ത് കാണിക്കുമ്പോൾ രാജണ്ണൻ കത്തിക്കൊണ്ടിരുന്ന ക്യാമ്പ് ഫയർ കുറച്ച് വെള്ളം ഒഴിച്ച് കിടത്തിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് പുറകിൽ കെടുത്തിയ തീ വീണ്ടും കത്തുന്നു. രാജണ്ണൻ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കത്തിയ തീ വീണ്ടും പെട്ടെന്ന് കെടുന്നു. അപ്പോൾ അടിച്ച് പൂസായതുകൊണ്ട് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് രാജണ്ണൻ വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ കെടുത്തിയ വിറകിൽ നിന്നും കാറ്റിൽ തീപ്പൊരുകൾ നീളത്തിൽ പറന്ന് വീടിനുള്ളിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. രാജണ്ണൻ വീടിനകത്ത് നിന്ന് എന്തോ സംശയത്തിൽ ഇങ്ങനെ നിൽക്കാണ്. നേപ്പാളി അവിടെ നിലത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നേപ്പാളിയുടെ പുറകിലെ ജനൽ കർട്ടൻ കത്തുന്നത് കണ്ട് രാജണ്ണൻ നേപ്പാളിയെ പിടിച്ച് വലിച്ചു മാറ്റുന്നു. മുമ്പിലുണ്ടായിരുന്ന ടീപ്പോയും പറഞ്ഞ് അതിലിരുന്ന സാധനങ്ങളെല്ലാം തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കർട്ടൻ കത്തിയിട്ടില്ല. രാജണ്ണന് തോന്നിയതാണ്. അപ്പോൾ തള്ളിയിട്ടതിന് നേപ്പാളി രാജണ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേസമയം കുരലിനെ കാണിക്കുമ്പോൾ അവൻ ആ മുറിയിലിരുന്ന് വീണ്ടും ആ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ മുറിയുടെ വാതിൽ തുറന്ന് ഒരു ചെറിയ ആൺകുട്ടി പതുക്കെ മുറിയിലേക്ക് കയറി വരുന്നു. അവൻ നേരെ കുരൽ ആദ്യം നിലത്തുനിന്ന് എടുത്ത് മേശപ്പുറത്ത് വെച്ച് ബുക്കില്ലേ അത് തുറക്കുന്നു. അത് ബുക്കല്ല, ഒരു ആൽബം ആയിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയെ കണ്ട കുരൽ പേടിക്കുന്നുണ്ട്. കുട്ടിയുടെ മുഖം പ്രേതാക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ട് അലമ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ഫോട്ടോ ആൽബത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് കുരലിനോട് ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ കഴുത്താരോ കണ്ടിച്ചെന്നൊക്കെയാണ് അവൻ പറയുന്നത്. കഴുത്തിൽ മുറിവുണ്ട്. ദേഷ്യത്തിലും സങ്കടത്തിൽ ആ കുഞ്ഞിന് കരച്ചിലും വരുന്നുണ്ട്. എന്നിട്ട് കുരലിനോട് ദേഷ്യത്തിൽ പുറത്തേക്ക് പോകാൻ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവനൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം പേടിച്ചിരുന്ന കുരലിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ദേഷ്യം വരുന്നു. അവൻ അങ്ങനെ ദേഷ്യത്തിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നു. അവൻ വാതിക്കിലേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് ആ കുട്ടിയെ നോക്കിയപ്പോഴേക്കും അവൻ അവിടെ ഇല്ല. പക്ഷേ ആ ഫോട്ടോ ആൽബം തുറന്നു തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് വന്നത് നേപ്പാളിയായിരുന്നു. കുരലിനെ അവൻ അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ രാജണ്ണൻ ജനലിന്റെ സൈഡിൽ ഒരു സിഗരറ്റ് വലിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പൊ എന്തോ സംശയം തോന്നി രാജണ്ണൻ കയ്യിൽ നോക്കിയപ്പോൾ വാച്ചില്ല. അതാദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ അഴിഞ്ഞു വീണ് വരുന്നല്ലോ. അണ്ണൻ ഇപ്പോഴാണെന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നേപ്പാളിയോട് നമ്മൾ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു 2-3 മണിയായി കാണും എന്ന് നേപ്പാളി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാണില്ലേ, ഇപ്പോഴെന്താണ് നേരം വെളുക്കാത്തതെന്ന് രാജണ്ണൻ ചോദിക്കുന്നു. അത് ശരിയാണ്, അവർ വന്നു കഴിഞ്ഞ് 2 പാട്ട് ഇതിന്റെ ഇടയിൽ കഴിഞ്ഞ് ഇത്ര നേരമായിട്ട് നേരം വെളുത്തിട്ടില്ല. അപ്പൊ നേപ്പാളി പുറത്ത് ഇരുട്ട് കാണിച്ചിട്ട് നേരൊന്നും വെളുക്കാറായില്ല, ഇപ്പോഴും ഇരുട്ട് തന്നെയല്ലേ, ശല്യപ്പെടുത്താതെ ഒന്ന് കിടന്നുറങ്ങാൻ പറയുന്നു. അപ്പൊ രാജണ്ണൻ നേപ്പാളിയോട് അവന്റെ മൊബൈലിൽ സമയം എത്രയെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ആദ്യം ശിവ എല്ലാവരുടെയും മൊബൈൽ കാറിൽ എടുത്ത് വെച്ച് ഓർക്കുന്നത്. ശിവയുടെ മൊബൈൽ മാത്രം കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൊബൈൽ എന്താ നമുക്ക് തരാത്തത്, ഞാൻ പോയി അത് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രാജണ്ണൻ ശിവയുടെ മുറിയിലേക്ക് പോകുന്നു. നേപ്പാളിയും കുരൽ ഉറങ്ങാൻ കിടക്കുന്നു. എന്നാൽ ശിവയുടെ മുറിയുടെ മുമ്പിലെത്തി വാതിലിൽ തട്ടാൻ വന്നപ്പോഴാണ് അണ്ണൻ ഓർക്കുന്നത്. ഇപ്പൊ തട്ടി വിളിച്ചാൽ അവൻ ചിലപ്പോൾ നല്ല തെറി വിളിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ പോയി മൊബൈൽ എടുക്കാമെന്ന് സ്വയം പറഞ്ഞ് അണ്ണൻ തിരിഞ്ഞു നടക്കുന്നു. അപ്പോഴാണ് മുറിയുടെ മുമ്പിലുണ്ടായിരുന്ന മേശയുടെ അടിയിൽ നേപ്പാൾ ആദ്യം ആ രത്നങ്ങളടങ്ങിയ ബോക്സ് ഒളിപ്പിച്ച് വെച്ചില്ലേ, അപ്പൊ മേശപ്പുറത്തിരുന്ന രാജണ്ണന്റെ നൈറ്റ് വിഷൻ ഗ്ലാസ് താഴെ വീണിരുന്നല്ലോ, അത് അണ്ണന്റെ കാലിൽ തട്ടുന്നത്. ഇതെപ്പടി ഇവിടെ വന്നു എന്ന് ചോദിച്ച് അണ്ണൻ അതെടുത്ത് കഴുത്തിലിട്ട് മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് കാറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് കാറിലെത്തി ഡാഷ്ബോർഡ് തുറന്ന് അണ്ണൻ 3 മൊബൈലെടുത്ത് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു മൊബൈൽ ഓൺ ആകുന്നില്ല. അപ്പൊ അകത്ത് മുറിയിൽ നേപ്പാളി കാണിക്കുമ്പോൾ അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. ക്യാമറ അവന്റെ മുഖത്തിന് നേരെ സൂം ചെയ്തു വരുന്നു. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുന്നു. അപ്പോൾ കാറിൽ രാജണ്ണൻ 3 മൊബൈൽ എടുത്താണ് ഓൺ ചെയ്യാൻ ശ്രമിച്ചത്. ശിവയുടെ മൊബൈൽ അവന്റെ കയ്യിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 4 മൊബൈൽ വണ്ടിയിൽ കാണണം. അപ്പോൾ ഒരു മൊബൈൽ മിസ്സിംഗ് ആണ്. അത് ആരുടെയാണ്? അത് നേപ്പാളിയുടെ മൊബൈലായിരുന്നു. അവനകത്ത് ബാത്റൂമിൽ ചെന്നിട്ട് അവന്റെ മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു. അവരാദ്യം ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ശിവ അവനോട് കാറിന്റെ കീ എടുക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അവൻ അവന്റെ മൊബൈൽ കൂടി എടുത്തിരുന്നു. നേപ്പാളി ഫോൺ ഓൺ ചെയ്തതും കറക്റ്റ് ടൈമിൽ തോമസിന്റെ കോൾ അവന് വരുന്നു. നേപ്പാളിയെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തോമസ്, ഇതുവരെ എന്താ ഫോൺ വിളിക്കാത്തത്? തോമസിന്റെ മേലുള്ള ഭയം നിനക്ക് പോയോ? ശരത്ത് പോയ അതേ സ്ഥലത്തേക്ക് നിനക്കും പോണോ? 4 പേർ അവിടെ വെച്ച് കൊന്നു തള്ളിയ ഒരുത്തിന് അറിയാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തോമസ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ശരത്താരാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നേപ്പാളി തോമസിനോട് വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല. ശിവയ്ക്ക് എന്തോ സംശയം തോന്നി. അവനാണ് പ്ലാൻ എല്ലാം മാറ്റിയത്. ഞാൻ എങ്ങനെയൊക്കെയോ അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ തോമസ് നമ്മുടെ ഏത് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ നിലാത്തോട്ടം എന്ന് നേപ്പാളി പറയുന്നു. അതായത് ആ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നിലാത്തോട്ടം. അത് കേട്ട് തോമസ് പെട്ടെന്ന് ടെൻഷനായി. എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ച് ചൂടായതും പെട്ടെന്ന് ആദ്യം കുരലിന് കേട്ടതുപോലെയുള്ള അസഹനീയമായ മൂളൽ കേൾക്കുന്നു. നേപ്പാളി പെട്ടെന്ന് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഫോണിൽ നിന്ന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അതായത് നേപ്പാളി കാണിക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ്, അവിടെ രാത്രിയാണല്ലോ. പക്ഷെ തോമസിനെ കാണിക്കുമ്പോൾ നല്ല പ്രകാശമുണ്ട്. അത് ലൈറ്റിന്റെ മാത്രമല്ല, പകല് പോലെ. അപ്പോ തോമസും നേപ്പാളിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതേപോലെ ഈ വീടുമായിട്ട് അവർക്ക് എന്തോ ബന്ധമുണ്ട്. ഇതേസമയം രാജണ്ണൻ അപ്പോഴും കാറിന്റെ അകത്ത് തന്നെയാണ്. മൊബൈൽ ഒന്നും ഓൺ ആവാത്തതുകൊണ്ട് എന്നാൽ സമയം പോകാൻ ഒരു റൗണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പുറത്തേട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ആള് നല്ല പൂസാണല്ലോ. പെട്ടെന്ന് വണ്ടിയുടെ ബോണറ്റിന് മുകളിലേക്ക് ഒരു പ്രേതരൂപം ചാടി വീഴുന്നു. അത് കണ്ട് അണ്ണൻ
അണ്ണൻ പേടിച്ച് അലറി വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നു. അപ്പൊ വീടിനകത്ത് ശിവയുടെ മുറി കാണിച്ചപ്പോൾ ശിവയും റിയയും കിടക്കുകയാണ്. ശിവ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ കട്ടിൽ വെറുതെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയ റിയ ശിവയെ വിളിച്ചെഴുന്നേപ്പിച്ച് കട്ടിലിന്റെ അടിയിൽ നിന്ന് ആരോ കുലുക്കുന്നതാണ്, ഒന്ന് നോക്കാൻ പറയുന്നത്. ശിവ പതുക്കെ കുനിഞ്ഞ് കട്ടിലിന്റെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ പേടിച്ച് വിറച്ച് കിടക്കുകയാണ് റിയ. ശിവ പേടിയോടെ അവളെ തൊട്ട് വിളിച്ചപ്പോൾ അവൾ പേടിച്ച് മുകളിൽ ആരോ കട്ടിൽ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ശിവ മുകളിൽ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അവൻ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇതേ സമയം നേപ്പാളി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഹോളിൽ വന്ന് മൊബൈലിന് സിഗ്നൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ മുമ്പിൽ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് ഒരു പ്രേതരൂപം വന്ന് അലറിക്കൊണ്ട് അവനെ ദൂരേക്ക് തള്ളി വീഴ്ത്തുന്നു. അവൻ വീണ ശബ്ദം കേട്ട് ശിവയും റിയയും ഓടി അവന്റെ അടുത്തെത്തി അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രാജനെ കാണിക്കുമ്പോൾ അണ്ണൻ പേടിച്ച് വീടിന്റെ ഗേറ്റും തുറന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു അത്ഭുതം. വീടിന്റെ ഗേറ്റിന് പുറത്ത് പകലാണ്, ഗേറ്റിനകത്ത് രാത്രിയും. അതായിരുന്നു ആദ്യം തോമസിനെ കാണിച്ചപ്പോൾ അവിടെ നല്ല പ്രകാശം, കാരണം ഓൾറെഡി സമയം പകലായിരുന്നു. പക്ഷേ ഈ ബംഗ്ലാവ് മാത്രം ഇരുട്ടിലാണ്. അതായത് ഗേറ്റ് വരെ ഇരുട്ട്, ഗേറ്റിന് പുറത്ത് പകല്. അപ്പൊ അത് കണ്ട് അണ്ണൻ പേടിച്ച് വീണ്ടും പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും പെട്ടെന്നൊരു പ്രേതരൂപം അണ്ണന്റെ മുന്നിൽ വന്ന് മുഖത്തിന് നേരെ അലർന്നു. പേടിച്ചു പോയ അണ്ണൻ തിരിച്ച് വീണ്ടും ബംഗ്ലാവിനുള്ളിലേക്ക് തന്നെ ഓടുന്നു. ഓടി അകത്തെത്തിയപ്പോൾ ശിവയും റിയയും നേപ്പാളിയും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ലൈറ്റുകളെല്ലാം തനിയെ കെടാനും കത്താനും തുടങ്ങുന്നു. ചിമ്മിനിക്കുള്ളിലെ വിറക് തനിയെ കത്തുന്നു, ക്ലോക്ക് തനിയെ കറങ്ങുന്നു, ഒരു ചാരുകസേര തനിയെ ആടുന്നു. ഇതെല്ലാം കണ്ട് അവരെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് നേപ്പാളിയുടെ കാലിൽ പിടിച്ചു വലിച്ച് താഴെയിട്ട് അവന് വലിച്ചുകൊണ്ട് പോകുന്നു. ശിവയും റിയയും രാജനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം കണ്ട ആ വെളുത്ത മുണ്ട് ഷർട്ടും ധരിച്ച് പ്രേതരൂപം അവരുടെ നേരെ വന്ന് അലറുന്നു. അവർ മൂന്നുപേരും പേടിച്ച് തറയിലേക്ക് വീണു പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രേതരൂപം നേപ്പാളിയുടെ അടുത്ത് നിന്ന് അവന്റെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് അവനെ വലിച്ച് കറക്കി എറിയുന്നു. നേപ്പാളി വായുവിലൂടെ പറന്ന് കറങ്ങി ടീപ്പോയുടെ മുകളിൽ ചെന്ന് മലർന്നു വീഴുന്നു. അപ്പോൾ ആ പ്രേതരൂപം നേപ്പാളിയുടെ അടുത്ത് നിന്ന് അവന്റെ കാല് പിടിച്ച് നേരെ മേൽപോട്ട് ഉയർത്തി അത് വളച്ച് ഒടിച്ച് ആ കാലിന്റെ തന്നെ തള്ളവിരൽ കൊണ്ട് അവന്റെ കണ്ടനാളത്തിൽ കുത്തി അവന് കൊന്നുകളയുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി അലറുന്നു. അവിടെ ഇന്റർവെൽ കഴിഞ്ഞ് കാണിക്കുമ്പോൾ വീടിനകം മുഴുവൻ ഇപ്പൊ ഇരുട്ടാണ്. രാജനൻ പുറത്ത് പകലാണെന്നുള്ള കാര്യം അവരോട് പറയുന്നുണ്ട്. അപ്പൊ ശിവരാജന്റെ കഴുത്തിലുള്ള നൈറ്റ് വിഷൻ ഗ്ലാസ് വയ്ക്കുന്നു. എന്നിട്ട് അവൻ അതിലൂടെ അവരെവിടേക്കാണ് നിൽക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. രാജനാണെങ്കിൽ ലൈറ്റർ കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് കത്തുന്നില്ല. ശിവയുടെ മൊബൈൽ ആണെങ്കിൽ ഓൺ ആവുന്നുമില്ല. അല്ലെങ്കിലും പ്രേതപ്പടത്തിൽ ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും വർക്കാവില്ല. പെട്ടെന്ന് ലൈറ്റ് എല്ലാം തെളിയുന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. നായിക പെണ്ണാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ് കരഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശിവ കുറൽ എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവൻ മുറിയിൽ തന്നെയാണ്. ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത്രയും സംഭവം ഇവിടെ നടന്നിട്ടും ഇതുവരെ കുറൽ വെളിയിൽ വന്നിട്ടില്ല. ശിവ മുറിയുടെ അകത്ത് നിന്ന് നോക്കിയപ്പോൾ അവൻ അവിടെയില്ല. എന്നിട്ട് പുറത്തു വന്നപ്പോൾ വേറൊരു മുറിയിൽ നിന്നും എന്തോ ശബ്ദം അവർ കേൾക്കുന്നു. ആ മുറിയുടെ അകത്തേക്ക് നിന്ന് നോക്കിയപ്പോൾ കുറൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ആദ്യം കണ്ട ആ വെളുത്ത ബോൾ ആർക്കോ എറിഞ്ഞു കൊടുക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആ ബോൾ തിരിച്ചാരോ അവൻ എറിഞ്ഞു കൊടുക്കുന്നു. അവൻ അത് ക്യാച്ച് ചെയ്യുന്നു. എന്നാൽ അവർ നോക്കിയപ്പോൾ കുറലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആരുമില്ല. ബോൾ എയറിൽ നിന്നിട്ട് തനിയെ തിരിച്ചു വരികയാണ്. പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞ് ലോക്കാവുന്നു. അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ശിവയുടെ ഫോൺ ബെല്ലടിക്കുന്നു. എടുത്തു നോക്കിയപ്പോൾ അത് തോമസ് ആയിരുന്നു. ശിവ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തോമസ് അവനോട് ദേഷ്യപ്പെടുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെന്നും ചോദിച്ചു. എന്നിട്ട് നേപ്പാളി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ശിവ അവനോട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, നേപ്പാളി മരിച്ചുപോയി എന്ന് പറഞ്ഞതും പെട്ടെന്ന് കുറൽ ശിവയുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഫോണിൽ കൂടി തോമസിനോട് നേപ്പാളിയുടെ ശബ്ദത്തിൽ ഇവർ നുണ പറയുകയാണ്, എന്നെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേഗം വാ എന്ന് പറഞ്ഞ് ആ ഫോൺ തറയിലെറിഞ്ഞ് പൊട്ടിക്കുന്നു. അത് കണ്ട് അവർ മൂന്നുപേരും ഞെട്ടി കളിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നേപ്പാളി കൊല്ലപ്പെട്ടു, സംസാരശേഷിയില്ലാത്ത കുറൽ സംസാരിക്കുന്നു. അപ്പൊ ശിവ പതുക്കെ കുറലിന്റെ തോളിൽ കൈവച്ചതും അവൻ പെട്ടെന്ന് ശിവയുടെ മുഖത്തിന് നേരെ വന്ന് അലർന്നു. അത് കേട്ട് അവർ മൂന്നുപേരും പേടിച്ച് താഴേക്ക് വീഴുന്നു. കുറിലും താഴെ വീഴുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും ബോധം പോകുന്നു. ഇതേസമയം തോമസിനെ കാണിച്ചപ്പോൾ അവനിങ്ങനെ ആലോചിക്കുകയാണ്. ആദ്യം ശിവ നേപ്പാളി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഉടനെ തന്നെ നേപ്പാളി അത് നുണയാണെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേപ്പാളി കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാം സംശയം തോന്നിയ തോമസ് ഇനി അവരെന്നെ ട്രാപ്പിലാക്കാൻ നോക്കുകയാണെന്ന് സംശയിക്കുന്നു. എന്നിട്ട് അവൻ കാർ എടുത്ത് എങ്ങോട്ടോ ഓടിച്ചു പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തോമസ് ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ രണ്ടുപേർ ഈ ബംഗ്ലാവ് ക്ലീൻ ചെയ്യാനായിട്ട് രാത്രിയിൽ വന്നില്ലേ, അവർ ശരിക്കും ആദ്യം പകലാണ് അങ്ങോട്ട് ചെന്നത്. എന്നാൽ ഗേറ്റിൽ വെച്ച് അവരെ ഡോക്ടറെ കാണുന്നു. അവരുടനെ തോമസിനെ വിളിച്ച് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പെട്ടെന്ന് അയാൾ പോലീസാണോ അതോ പത്രക്കാരനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല, ഏതോ പേയ് ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു എന്ന് അവർ പറയുന്നു. തോമസ് ഡോക്ടറോട് ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ഡോക്ടർ തോമസിനോട് ഇത് നിങ്ങളുടെ വീടാണോ, ഇവിടെ എന്താണ് സംഭവിച്ചത്, നീ ഒരു വലിയ ആപത്ത് നേരിടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. അത് കേട്ട് അസ്വസ്ഥനായ തോമസ് അവന്റെ ആളുകളുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് അവരോട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ ഇനി ഇപ്പൊ പൊക്കോ, രാത്രിയിൽ ചെന്ന് വീട് ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെയാണ് അവർ രാത്രിയിൽ അവിടെ ചെന്നതും ബാക്കി നടന്ന സംഭവങ്ങളൊക്കെ. അതിനുശേഷം തോമസ് ആ രണ്ട് പണിക്കാർ ഒരുപാട് തവണ ഫോൺ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് അവൻ നേരെ ബംഗ്ലാവിലേക്ക് എന്നിട്ട് അകത്തേക്ക് കയറാതെ ഗേറ്റിന് വെളിയിൽ നിന്ന് ഒരു ബൈനോക്കുലർ വെച്ച് അകത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ സൈക്കിൾ മുറ്റത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ തോമസ് അകത്തേക്ക് കയറാൻ കാല് വെച്ചതും പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് അങ്ങോട്ട് കയറാതെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം പറയുന്നത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ബംഗ്ലാവിന്റെ അടുത്തുകൂടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു എനർജി ഡിവൈസ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ശക്തികളെ ഫ്രീക്വൻസി വെച്ച് തിരിച്ചറിയുന്ന ഒരു ഡിവൈസ്. ബംഗ്ലാവിനടുത്ത് അതിന്റെ റീഡിംഗ് വളരെ കൂടുതലായിരുന്നു. അദ്ദേഹം ബംഗ്ലാവിന്റെ അകത്തേക്ക് ചെന്നു. അപ്പൊ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഗേറ്റിനകം മുഴുവൻ ഇരുട്ട് മൂടിയിരിക്കുകയായിരുന്നു, പുറത്തു പകലും. അത് ആത്മാക്കളുടെ ശക്തി
ശക്തി അത്രയും കൂടുതലായിരുന്നുകൊണ്ടായിരുന്നു. അതായത് ആത്മാക്കൾ ഉഗ്രരൂപത്തിലായിരുന്നു. അപ്പോൾ അവർ ആ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കോമ്പൗണ്ടിന് ചുറ്റും നാരങ്ങയും ഗ്ലാസ് പിരമിഡും ഒക്കെ കുഴിച്ചിടുകയായിരുന്നു. ആ സമയത്താണ് ആ 2 പണിക്കാർ വന്നതും അദ്ദേഹത്തെ കണ്ടതും തോമസിനെ ഫോൺ ചെയ്തതും. പക്ഷെ തോമസ് അന്നത് കാര്യമാക്കി എടുത്തില്ല. ഇപ്പോൾ ഒരു സംശയം തോന്നിയിട്ടാണ് തോമസ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും തോമസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അന്നങ്ങനെ ചെയ്തത്. ഉഗ്രരൂപത്തിലുള്ള ആത്മാക്കളെ ശാന്താക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ തോമസ് ഇതെല്ലാം ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ എന്താണ് സംഭവിച്ചത്, നീ എന്താണ് ചെയ്തത്, ഇതെല്ലാം സത്യസന്ധമായിട്ട് പറയുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിനുള്ളിൽ വേറൊരു ഫ്ലാഷ് ബാക്ക്. പണ്ട് തോമസ് വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന കാലം. നമ്മുടെ സുരേഷ് എന്ന നേപ്പാളി തോമസിന്റെ ചിങ്കിടിയായിരുന്നു. തോമസിന്റെ ഗ്യാങ്ങിൽ തന്നെയുള്ള വേറൊരുത്തനായിരുന്നു ശരത്. ശരത് ഏതാണെന്ന് മനസ്സിലായോ? ആദ്യം തോമസ് നേപ്പാളിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഓർമ്മയില്ലേ, നിനക്കും ശരത്തിന് അനുഭവം വേണമെന്ന് ചോദിച്ച്? അതേ ശരത്. അപ്പൊ ശരത്തിന്റെ ഭാര്യയുമായിട്ട് തോമസിന് ഒരു അവിഹിതം ഉണ്ടായിരുന്നു. അതറിഞ്ഞ് ശരത്ത് നേപ്പാളിക്ക് അവൻ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വാട്സ്ആപ്പ് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിൽ തോമസും അവന്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിതം അവൻ അറിഞ്ഞു. അതുകൊണ്ട് അവളെയും കൊന്ന് അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തോമസിന്റെ സ്മഗ്ലിങ്ങിനെ കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും മറ്റുള്ള ഡീറ്റെയിൽസ് അവൻ നേപ്പാളിക്ക് അടുത്ത മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് നീ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. അതായത് പോലീസിലോ മീഡിയയിലോ ആണ് അവൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നീയും സൂക്ഷിച്ചു, ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിനക്ക് സംഭവിച്ചേക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ നേപ്പാളി ശരത്തിനെ ഒറ്റി. അവനത് തോമസിനോട് പറഞ്ഞു. തോമസ് ശരത്തിനെയും ഭാര്യയും അവരുടെ വീട്ടിലെത്തി കൊല്ലുന്നു. എന്നിട്ട് ശരത്തിന്റെ മൊബൈൽ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് നേപ്പാളിയും വേറൊരു ചിങ്കിടിയും വരുന്നു. തോമസ് നേപ്പാളിയോട് അവന്റെ മൊബൈലിലേക്ക് വന്ന ശരത്തിന്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് ആ പെണ്ണിന്റെ ബോഡി അവിടെ നിന്നും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനും ശരത്തിന്റെ ബോഡി അവിടെ തന്നെ ഇട്ടേക്കാനും പറഞ്ഞിട്ട് തോമസ് പോകുന്നു. നേപ്പാളി മൊബൈൽ എടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോക്കറ്റിലേക്ക് ഇടുന്നു. എന്നിട്ട് ശരത്തിന്റെ ഭാര്യയുടെ ബോഡി എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ ആ മൊബൈൽ അറിയാതെ താഴെ വീഴുന്നു. വന്ന് വീണത് ഒരു കാർപ്പറ്റിന് മുകളിലാണ്. എന്നിട്ട് അവർ പോകുന്ന വഴി കാല് തട്ടി കാർപ്പറ്റ് മൊബൈലിന്റെ മുകളിലേക്ക് മടങ്ങി വീഴുന്നു. അതുകൊണ്ട് അവന്റെ മൊബൈൽ വീണു പോയത് നേപ്പാളി അറിഞ്ഞില്ല. അങ്ങനെ അടുത്ത സീനിൽ തോമസിന്റെ ഓഫീസിലേക്ക് റിട്ടയർഡ് ACP രംഗരാജൻ വരുന്നു. കൂടെ മകൾ തുളസിയും. അദ്ദേഹം തോമസിനെ കാണാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ തുളസി BSc ക്രിമിനോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ തോമസ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തോമസ് ഓക്കെ പറയുന്നു. അടുത്ത ദിവസം മുതൽ അവന്റെ ഒപ്പം ജോയിൻ ചെയ്തോളം പറയുന്നു. തുളസി ഹാപ്പി ആവുന്നു. ഇവിടെ ഒരു നല്ല പാട്ടുണ്ട്, കേട്ടു നോക്ക്. അപ്പൊ ഈ പാട്ടിലാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. തുളസിയുടെ അമ്മ മരിച്ചുപോയി. ഒരു അനിയനുണ്ട്. അവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അനിയന് അവളൊരു അമ്മ പോലെയാണ്. അനിയൻ സംസാരിക്കില്ല, നമ്മുടെ കുരലിനെ പോലെ അവന് ഊമയാണ്. പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് ഒരു സർജറി ചെയ്താൽ അനിയന് സംസാരിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഒരു ദിവസം തുളസി തോമസിന്റെ ഓഫീസിലേക്ക് വന്നപ്പോൾ തോമസ് ഒരു കോൺസ്റ്റബിളിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്നും അറിയാതെ ഡീലിറ്റ് ആയി പോയി. അതുകൊണ്ട് അപ്പൊ അതറിഞ്ഞ് തുളസി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ ഡീലിറ്റ് ആയി പോയ ഫയൽ അവൾ റിക്കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡീലിറ്റ് ആയി പോയ ഫയൽ പിന്നീട് വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് തോമസ് അപ്പോഴാണ് അറിയുന്നത്. പിന്നെ തുളസിയും നമ്മുടെ സുരേഷ് നേപ്പാളിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് അവളുടെ അച്ഛനും അനിയനും അറിയാം. അനിയന് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഇഷ്ടമാണ്. അതുപോലെ അവളും അനിയനും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കാറുണ്ട്. അങ്ങനെ ആ പാട്ടെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം തോമസിന്റെ സ്റ്റേഷനിലേക്ക് ഒരാൾ വന്നിട്ട് അയാളുടെ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്നും ഭയങ്കര സ്മെല്ല് വന്നപ്പോൾ അയാൾ എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ വീട്ടുകാരൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് എന്ന് പറയുന്നു. തോമസും തുളസി അത് കേൾക്കുന്നുണ്ട്. തോമസ് കൊന്ന ശരത്തിന്റെ കാര്യമാണ് അയാൾ ഒന്ന് പറഞ്ഞത്. അങ്ങനെ അത് അന്വേഷിക്കാനായിട്ട് അവരെല്ലാവരും ആ വീട്ടിലേക്ക് ചെല്ലുന്നു. തോമസ് ഒന്നും അറിയാത്ത പോലെയാണ് ചെല്ലുന്നത്. അപ്പൊ അവിടെ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് എല്ലാവരും മൂക്ക് പൊത്തുന്നുണ്ട്. പക്ഷെ പിന്നീട് ആരും മൂക്കൊന്നും പൊത്തുന്നില്ല. എല്ലാ സിനിമയിലും ഇങ്ങനത്തെ സീനിൽ അങ്ങനെയാണ്. അതെന്താണാവും. അപ്പൊ തോമസിന് ഒരു കോള് വരുന്നു. അയാൾ ഉടനെ തുളസിയോടും ബാക്കിയുള്ള എല്ലാവരോടും എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് വീടിന് പുറത്ത് പോയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അത് നേപ്പാളി ആയിരുന്നു. അവനൊരു കോയിൻ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിന്റെ മൊബൈൽ ഫോൺ എവിടെയെന്ന് തോമസ് ചോദിച്ചപ്പോൾ അത് മിസ്സിംഗ് ആണ്. അപ്പൊ ഈ കൊല നടന്ന വീട്ടിലെങ്ങാനും വീണിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് പറയാനാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കറക്റ്റ് ടൈമിൽ അവൻ തോമസിനെ വിളിക്കുന്നത്. തോമസ് അവനെ 2 തെറി വിളിച്ചിട്ട് ഫോൺ വെക്കുന്നു. ഇതേസമയം അകത്ത് തുളസി കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് അവൾക്ക് കാർപ്പറ്റിന്റെ അടിയിൽ നിന്നും ആ മൊബൈൽ കിട്ടുന്നു. അപ്പൊ ആ മൊബൈൽ കണ്ടപ്പോൾ തന്നെ അത് നേപ്പാളിയുടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. അവൾ അത് എടുത്ത് വേറെ റൂമിൽ പോയിട്ട് അത് ഓൺ ചെയ്ത് പരിശോധിക്കുന്നു. അതേസമയം തോമസ് അകത്തേക്ക് വന്ന് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് അവിടെ നിന്ന് ഏതെങ്കിലും മൊബൈൽ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നു. അത് തുളസി കേൾക്കുന്നുണ്ടായിരുന്നു. സംശയം തോന്നി അവൾ ആ മൊബൈൽ തോമസിന് കൊടുക്കാതെ അവളുടെ പോക്കറ്റിൽ വെക്കുന്നു. തോമസ് അവളോട് മൊബൈൽ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഇല്ല എന്ന് കള്ളം പറയുന്നു. അങ്ങനെ തുളസി വീട്ടിലെത്തി ആ മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിലെല്ലാ ഫോൾഡർ എംറ്റി ആണ്. അതിൽ സംശയം തോന്നി അവൾ മൊബൈൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഡീലിറ്റ് ചെയ്ത ഫയൽ എല്ലാം റിക്കവർ ചെയ്യുന്നു. അങ്ങനെ നേപ്പാളി തോമസ് പറഞ്ഞതനുസരിച്ച് ഡീലിറ്റ് ചെയ്ത ശരത്തിന്റെ ആ വീഡിയോകളും അവൾ കാണുന്നു. അവൾ അത് ഉടനെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തുളസി സങ്കടത്തിൽ കരയുന്നുണ്ട്. കാരണം നേപ്പാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അപ്പൊ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളെന്ന് അച്ഛൻ അവളോട് പറയുന്നു. പിന്നീട് നേപ്പാളി വീട്ടിലേക്ക് വന്നപ്പോൾ തുളസി അവനെ ഒഴിവാക്കുന്നുണ്ട്. അതിൽ സംശയം തോന്നി അവൻ മൊബൈൽ അവൾക്ക് കിട്ടിയിരിക്കുമെന്ന് സംശയമുണ്ടെന്ന് പിന്നീട് തോമസിനോട് പറയുന്നു. തോമസ് അപ്പോഴും അവന് തെറി വിളിക്കുന്നുണ്ട്. കാരണം മൊബൈൽ തുളസിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാം അവൾ റിക്കവർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അവളത് അച്ഛനോടും പറഞ്ഞിട്ടുണ്ടാവും എന്ന് തോമസിന് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛൻ രംഗരാജൻ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് തോമസ് ആലോചിച്ചപ്പോൾ അദ്ദേഹം അത് ACP സത്യമൂർത്തിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ACP സത്യമൂർത്തി തോമസിനെ ഫോണിൽ വിളിച്ച് ആ വിവരം ചോർത്തി കൊടുക്കുന്നു. കാരണം ACP സത്യമൂർത്തിയും തോമസും ഒരേ ടീമായിരുന്നു. പേര് മാത്രമേ ഉള്ളൂ സത്യമൂർത്തി എന്ന്. അങ്ങനെ പിറ്റേ ദിവസം രംഗരാജനും തുളസിയും മകനും കൂടെ ഒരു ടാക്സിയിൽ എങ്ങോട്ടോ പോവുകയാണ്. ഇപ്പോൾ തുളസി അവരുടെ ഫോട്ടോ ആൽബം എടുത്തിട്ടുണ്ട്. അതിൽ ഫോട്ടോ എല്ലാം വണ്ടിയിലിരുന്ന് അനിയനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയിൽ നേപ്പാളിയെ കണ്ട് അവളുടെ മുഖം മാറി വല്ലാതാവുന്നുണ്ട്.
എന്നാൽ പോകുന്ന വഴിക്ക് ഏതോ ഒരു കാട്ടുപ്രദേശത്ത് എത്തിയപ്പോൾ കാറിന്റെ ടയർ പഞ്ചറാകുന്നു. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നു. പക്ഷേ അത് തോമസിന്റെ ട്രാപ്പായിരുന്നു. ആ കാർ ഡ്രൈവറും തോമസിന്റെ ആളായിരുന്നു. അവിടെ വെച്ച് അവർ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ തോമസ് രണ്ടാമത്തെ ഫ്ലാഷ് ബാക്ക് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത്, നീ ചെയ്തത് ഭയങ്കര കൊടൂരമായ കാര്യമാണ്. ആ ആത്മാക്കളെല്ലാം ഭയങ്കര കോപത്തിലാണ്. അപ്പോൾ അത് കേട്ട് തോമസ്, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിന് പോംവഴി ഒന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ബംഗ്ലാവിന് ചുറ്റും നാരങ്ങയും ഗ്ലാസ് പിരമിഡും ഒക്കെ കുഴിച്ചിട്ടിരുന്നല്ലോ, അതെല്ലാം ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. കാരണം അതിന് അത്രയ്ക്ക് പവർ ഉള്ളൂ. എന്നാൽ ഒരു തരത്തിലുള്ള മെർക്കുറി ലൈം കല്ലുകളുണ്ട്. അത് ഇതുപോലെ ആ വീടിന് ചുറ്റും കുഴിച്ചിട്ടാൽ ആത്മാക്കളെ എന്നേക്കുമായിട്ട് അടക്കി നിർത്താൻ കഴിയും. പക്ഷേ അങ്ങനത്തെ മെർക്കുറി ലൈം സ്റ്റോൺ ഇപ്പോൾ എങ്ങുമില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും മ്യൂസിയത്തിൽ മാത്രമാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുന്ന ആ നാരങ്ങയ്ക്കും ഗ്ലാസ് പിരമിഡിനും ഒക്കെ മാക്സിമം 2 വർഷമാണ് പവർ ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളിൽ ആത്മാക്കൾ ശാന്തി അടഞ്ഞില്ലെങ്കിൽ പിന്നെ തോമസിന് ആരെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ തോമസ്, ആ കല്ലുകൾ കിട്ടിയാൽ ആത്മാക്കളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പതുക്കെ ചിരിച്ചുകൊണ്ട്, നശിപ്പിക്കാൻ കഴിയില്ല, ശാന്തമാക്കാൻ കഴിയുമെന്ന് പറയുന്നു. പിന്നീട് തോമസ് ഈ കല്ലുകൾ എവിടെ കിട്ടും എന്നുള്ള അന്വേഷണത്തിലാണ്. ഇതിനിടയിലാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ, അതായത് രംഗരാജന്റെ ഡെഡ് ബോഡി കിട്ടിയതും മകനെ കഴുത്തറുത്ത് കൊന്നെന്നും മകൾ തുളസിയെ കാണാനില്ല എന്നും തോമസ് മീഡിയക്കാരോട് പറഞ്ഞ സീനില്ലേ അത്. ഇതിനിടയ്ക്ക് തോമസ് വേറൊരു ഗെയിം കളിച്ചിരുന്നു. തുളസിയെ കാണാനില്ലല്ലോ, അവള് നേപ്പാളിയായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പൊ അവരുടെ ബന്ധം അച്ഛനായ രംഗരാജന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നേപ്പാളി അയാളെ കൊന്നിട്ട് മകളെയും കൊണ്ട് കടന്നു കളഞ്ഞതാണെന്ന് വാർത്ത വന്നു. ഈ വാർത്ത കണ്ട് നേപ്പാളി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ നേരെ തോമസിനെ കൊല്ലാനായിട്ട് അയാളുടെ വീട്ടിലെത്തുന്നു. പക്ഷെ തോമസ് പോലീസുകാരനല്ലേ, അതിൽ നേപ്പാളി ഈസി ആയിട്ട് കീഴടക്കി കൈകൾ പുറകിലേക്ക് കെട്ടി മുട്ടുകുത്തി ഇരുത്തിച്ച് തോക്കി ഊണ്ടി അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ തോമസ് പറഞ്ഞിട്ടാണ് നേപ്പാളി ശിവയുടെ ഗ്യാങ്ങിൽ ചേരുന്നത്. പിന്നീടാണ് ആദ്യം നടന്ന സംഭവങ്ങളൊക്കെ നടന്നത്. അതായത് തോമസിന്റെ ആള് ശിവയുടെയും ഗ്യാങ്ങിന്റെയും പരിപാടികളൊക്കെ വീഡിയോ എടുത്ത് തോമസിന് കൊടുത്തതും അവൻ അത് വെച്ച് ഭീഷണിപ്പെടുത്തി ശിവയും ടീമുമായിട്ട് മോഷണങ്ങൾ തുടങ്ങിയതും പിന്നീട് ആ കല്ലുകൾ മോഷ്ടിക്കാൻ ശിവയെ ഒക്കെ ഏൽപ്പിച്ചതും. തോമസ് നേപ്പാളിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു മോഷ്ടിച്ചതിന് ശേഷം ആ കല്ലുകൾ അയാളെ ഏൽപ്പിക്കണമെന്ന്. കാരണം ആ കല്ലുകൾക്ക് ഇപ്പോൾ തോമസിന്റെ ജീവന്റെ വിലയുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലാണ് മോഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം സംശയം തോന്നിയ ശിവ ഈ പ്ലാൻ എല്ലാം മാറ്റിമറിച്ചത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിയുന്നു. പ്രസന്റിലേക്ക് തിരിച്ചു വന്ന് ആ ബംഗ്ലാവ് കാണിച്ചപ്പോൾ അവരെല്ലാവരും ഒരു മുറിയിൽ നിലത്ത് ബോധം കെട്ട് കിടക്കുമായിരുന്നല്ലോ. കുറൽ സംസാരിച്ചു, പിന്നീട് അവനും ബോധം കെട്ടു. ഇപ്പൊ എല്ലാവർക്കും ബോധം വന്നപ്പോൾ കുറൽ മാത്രം മുറിയിലില്ല. അവനെ അന്വേഷിച്ച് ഹോളിലേക്ക് വന്ന് അവർ കാണുന്നത് കുറൽ നേപ്പാളിയുടെ ബോഡി ഒരു കാലിൽ പിടിച്ചു വലിച്ച് സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവൻ മുകളിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന മുറിയുടെ വാതിൽ തനിയെ തുറക്കുന്നു. കുറൽ നേപ്പാളിയുടെ ബോഡിയും കൊണ്ട് അകത്തേക്ക് കയറിയതും ആ വാതിൽ ശക്തിയായിട്ട് അടയുന്നു. അത് കണ്ട് താഴെ നിന്ന് അവർ ഞെട്ടി പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ വീടിന് പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. ശിവ ഗ്ലാസ് ഡോർ പൊട്ടിക്കാൻ വരെ നോക്കിയിട്ടും പൊട്ടിയ ചില്ല് വീണ്ടും കൂടിച്ചേരുന്നു. അവരവിടെ ലോക്കായി. പുറത്ത് തോമസിനെ കാണിക്കുമ്പോൾ അവൻ നേരെ ഡോക്ടറെ അടുത്തേക്കാണ് ചെന്നത്. എന്നിട്ട് അവൻ ആ കല്ലുകൾ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞിട്ട് അതിപ്പോ ആ ബംഗ്ലാവിൽ തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ട് അദ്ദേഹം ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ അത് കറക്റ്റായിട്ട് ബംഗ്ലാവിന്റെ ഉള്ളിൽ ചെന്ന് വിട്ടത് നിന്റെ കർമ്മയാണ് എന്ന് പറയുന്നു. അപ്പൊ അത് അവിടെ നിന്ന് എടുക്കാനായിട്ട് എന്തെങ്കിലും വഴി പറഞ്ഞ് സഹായിക്കണമെന്ന് തോമസ് പറഞ്ഞപ്പോൾ അദ്ദേഹം മേശപ്പുറത്തിരുന്ന ഗ്ലാസ് പിരമിഡുകൾക്കുള്ളിൽ നിന്നും ഒരു നാരങ്ങ എടുത്ത് തോമസിന് കൊടുത്തിട്ട് ഇത് കയ്യിൽ പിടിച്ച് അകത്ത് കയറിക്കോളൂ. ഈ നാരങ്ങയുടെ ശക്തി ഉള്ളിടത്തോളം നേരം ആത്മാക്കൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം ഈ നാരങ്ങയുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി അബ്സോർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ബംഗ്ലാവിനകത്തുള്ള നെഗറ്റീവ് എനർജി ഈ പോസിറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതിന്റെ ശക്തി കുറയുമ്പോൾ നാരങ്ങ ഡീഹൈഡ്രേറ്റ് ആയി കളർ മാറി കറുക്കാൻ തുടങ്ങും. നാരങ്ങ മുഴുവനായിട്ടും കറുത്ത കളർ ആവുന്നതിന് മുമ്പ് ബംഗ്ലാവിലും വെളിയിൽ വരണം. കാരണം അപ്പോഴേക്കും നാരങ്ങയുടെ ശക്തി മുഴുവനായിട്ടും പോയിരിക്കും. വെളിയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത സീനിൽ ബംഗ്ലാവിന്റെ അകത്ത് കാണിച്ചപ്പോൾ അവർ 3 പേരും പേടിച്ചിരിക്കുകയാണ്. കുറൽ മുറിയുടെ അകത്തേട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ കുറൽ ആദ്യം എറിഞ്ഞു പൊട്ടിച്ച് മൊബൈൽ എങ്ങാനും വർക്ക് ചെയ്താൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് റിയ അകത്ത് മുറിയിലേക്ക് പോകുന്നു. പുറകെ രാജനെന്ന്. അവർ ഉടഞ്ഞ ഫോൺ പെറുക്കിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ മേശപ്പുറത്തിരുന്ന ആ ഫോട്ടോ ആൽബം റിയ കാണുന്നത്. അതിൽ നേപ്പാളിയുടെ ഫോട്ടോ കണ്ട് അവർ ഓടി ശിവയുടെ അടുത്ത് വന്ന് ആ ഫോട്ടോയെല്ലാം അവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ശിവയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ബംഗ്ലാവിലെ ഭിത്തിയിൽ ഒരു തേളിന്റെ പടമുണ്ട്. അതേപോലെ ഒരു പടം തോമസിന്റെ വീട്ടിലുണ്ട്. മാത്രമല്ല ഒരു തേളിന്റെ ടാറ്റു തോമസിന്റെ കയ്യിലുണ്ട്. അപ്പൊ ശിവ അവരോട് ഈ ബംഗ്ലാവിനും തോമസിനും നേപ്പാളിക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ തോമസ് ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. പെട്ടെന്ന് ആൽബത്തിൽ നിന്നും പല കളറിലുള്ള പ്രകാശം പറന്നു പോകുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു 3D ചിത്രം പോലെ അന്ന് ആ ബംഗ്ലാവിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണുന്നു. ആ കാർ പഞ്ചറായി കാടിന് നടുവിൽ നിന്നല്ലോ, അതായത് തോമസിന്റെ ട്രാപ്പ്. അവിടെ നിന്നും തുളസിയെ തട്ടിക്കൊണ്ട് ഈ ബംഗ്ലാവിലേക്കാണ് അവർ വന്നത്. പുറകെ രംഗരാജൻ മകനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അപ്പൊ തുളസിയുടെ കരച്ചിൽ സ്റ്റെയർ കേസിന് മുകളിൽ ഉണ്ടായിരുന്ന ആ മുറിയിൽ നിന്നും കേൾക്കുന്നു. രംഗരാജൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും തോമസിന്റെ സിംഗടികൾ ആക്രമിക്കുന്നു. കുഞ്ഞൊരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന റുബിക്സ് ക്യൂബ് വെച്ച് എറിയുന്നുണ്ട്. ഏറ് കൊണ്ടുപോകാൻ ദേഷ്യത്തിൽ വന്ന് കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന ആൽബം മേടിച്ച് വലിച്ചെറിയുന്നു. അങ്ങനെയാണ് ആ ആൽബം തെറിച്ച് അകത്ത് മുറിയിൽ വന്ന് വീണത്. രംഗരാജൻ അവന്മാരെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരുത്തൻ കത്തിയെടുക്കുന്നു. രംഗരാജൻ അവനായിട്ട് അങ്ങനെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞു വന്ന് അവനെ കാലിൽ കടിക്കുന്നു. അപ്പൊ മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ ശിങ്കിടിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് കുഞ്ഞിന്റെ കഴുത്ത് കണ്ടിക്കുന്നു. അങ്ങനെയാണ് കുഞ്ഞ് കഴുത്ത് മുറിഞ്ഞ് മരിച്ചത്. അത് കണ്ട് രംഗരാജൻ സങ്കടത്തിലും ദേഷ്യത്തിലും ആ ഗുണ്ടകളെ വീണ്ടും ആക്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കയ്യിൽ ഒരു പത്തലുമായി വന്ന് നേപ്പാളി അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുന്നു. അപ്പൊ മുകളിലെ മുറിയിൽ നിന്നും തുളസിയുടെ കരച്ചിൽ അപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് റിയ ഓടി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെല്ലുന്നു. അപ്പൊ ആ മുറിയിൽ നിന്നും തുളസി പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുന്ന റിയ കാണുന്നുണ്ട്. പക്ഷെ ആരോ തുളസി
തുളസിയെ മുറിയുടെ അകത്ത് നിന്നും വീണ്ടും വലിച്ച് അകത്തേക്ക് ഇടുന്നു. കുറച്ചു കഴിഞ്ഞ് തുളസിയുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തു വരുന്നു തോമസ്. തുളസിയെ അകത്ത് ഒരു കട്ടിലിൽ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. തോമസ് ആ കതക് പുറത്തു നിന്നും പൂട്ടുന്നു. എന്നിട്ട് താക്കോല് നേപ്പാളിക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് താഴേക്ക് വന്നിട്ട് രംഗരാജനോട്, ഞാൻ മേടിക്കുന്ന ശമ്പളത്തിന് പോലും പണിയെടുക്കുന്നില്ല, നീയൊക്കെ പെൻഷൻ മേടിച്ചിട്ട് എന്തിനാടാ പിന്നെയും ഓരോ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് രംഗരാജന്റെയും കുഞ്ഞിന്റെയും ബോഡി എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യാനും തുളസിയെ മുറിയിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാനും പറഞ്ഞിട്ട് തോമസ് പോകുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന രക്തക്കറ ക്ലീൻ ചെയ്യാനായിട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ തോമസിന്റെ 2 ശിങ്കടികൾ അങ്ങോട്ട് വന്നതും പിന്നീട് അവർ കൊല്ലപ്പെട്ടതും. അങ്ങനെ ആ സീനെല്ലാം കഴിഞ്ഞ് ശിവയും റേയും രാജണ്ണൻ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തോമസിന്റെ വണ്ടി ഗേറ്റ് ഇടിച്ചു പൊളിച്ച് ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് വരുന്നു. അവൻ കാറിൽ നിന്ന് ആ നാരങ്ങയും തോക്കെടുത്ത് ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറി വരുന്നു. ശിവയും റേയും രാജണ്ണനും അണ്ടർഗ്രൗണ്ടിൽ വിളിച്ചിരിക്കുകയാണ്. തോമസ് അവർ താമസിച്ചിരുന്ന മുറിയിൽ കയറി ബാഗിലൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ കല്ലുകൾ കിട്ടുന്നില്ല. എന്നിട്ട് തോമസ് ശിവയെ വിളിച്ച് ദേഷ്യത്തിൽ ഹോളിലേക്ക് വന്നതും പെട്ടെന്ന് കറണ്ട് പോകുന്നു. തോമസ് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കളിച്ച് അവരവിടെയൊക്കെ തപ്പി നടക്കുന്നുണ്ട്. അപ്പൊ ശിവരാജനന്റെ ആ നൈറ്റ് വിഷൻ ഗ്ലാസ് വെച്ച് പതുക്കെ അങ്ങോട്ട് വന്ന് തോമസിനെ ഇടിച്ചിടുന്നു. അപ്പോൾ തോമസിന്റെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങ തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന പിയാനോയുടെ അടിയിലേക്ക് പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് തോക്ക് ചൂണ്ടി പിടിച്ചുകൊണ്ട് എഴഞ്ഞു നിന്ന് അതിന്റെ അടിയിൽ നിന്ന് നാരങ്ങ എങ്ങനെയൊക്കെയോ തപ്പിയെടുക്കുന്നു. തോമസിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് തെറിച്ച് വരുന്നു. ശിവ അത് തട്ടിത്തെറിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ മൊത്തം ഇരുട്ടാണ്. തോമസ് ശിവയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇരുട്ടിലായതുകൊണ്ട് ശിവയ്ക്ക് കൊണ്ടില്ല. അവൻ മാറിക്കളയുന്നു. എന്നാൽ പിന്നീട് തോമസിനെ ആക്രമിച്ച ശിവയെ തടഞ്ഞ് തോമസ് അവന്റെ കണ്ണിലുണ്ടായിരുന്ന ആ ഗ്ലാസ് വലിച്ചെറിഞ്ഞു കളയുന്നു. ശിവ തോമസിന്റെ കയ്യിൽ നിന്ന് തോക്കും തട്ടിത്തെറിപ്പിച്ചിരുന്നു. പിന്നെ അവർ രണ്ടുപേരും അവിടെ കിടന്ന ഒരു കിടിലൻ ഫൈറ്റ്. അവസാനം ആ തോക്ക് ശിവയുടെ കയ്യിൽ കിട്ടുന്നു. അവൻ തോമസിനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ റിയോട് പറയുന്നു. ആദ്യം തോമസ് അവരെ കണ്ടുപിടിക്കുക എന്നായപ്പോൾ അവർ തന്നെയാണ് ലൈറ്റ് ഓഫ് ആക്കിയത്. അങ്ങനെ ലൈറ്റ് ഓൺ ആവുന്നു. അപ്പോൾ രാജവണ്ണം പെട്ടെന്ന് ഒരു കത്തിയുമായിട്ട് തോമസിന്റെ മുമ്പിൽ വന്ന് ചുമ്മാ കുറെ പഞ്ച് ഡയലോഗുകൾ അടിക്കുന്നു. തോമസ് പെട്ടെന്ന് ആ കത്തി പിടിച്ചു വാങ്ങി രാജവണ്ണന്റെ കഴുത്തിൽ വെക്കുന്നു. എന്നിട്ട് ശിവയോട് തോക്ക് മാറ്റി, ഇല്ലെങ്കിൽ ഇവനെ കൊല്ലും എന്ന് പറയുന്നു. അവർ 3 പേരും അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നേപ്പാളിയുടെ ബോഡി അവിടെ വന്ന് വീഴുന്നു. അവർ 3 പേരും തെറിച്ചു പോകുന്നുണ്ട്. അത് മുകളിൽ നിന്നും കുറൽ വലിച്ചെറിഞ്ഞായിരുന്നു. അപ്പോൾ നേപ്പാളിയുടെ ബോഡി കണ്ട തോമസ് പെട്ടെന്ന് ടെൻഷൻ ആകുന്നു. ശിവയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു വരുന്നു. പെട്ടെന്ന് തോമസ് ആ തോക്ക് എടുത്തിട്ട് എല്ലാവരും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ രാജവണ്ണം പെട്ടെന്ന് മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുന്നു. എന്നാൽ പുറകെ വന്ന് തോമസിന് ഡോർ തുറക്കാൻ പറ്റിയില്ല. ഈ സമയം ശിവയും റേയും നേരെ സ്റ്റെയർ കേസിന് മുകളിലേക്ക് ഓടുന്നു. കുറൽ അവരെയും വിളിച്ച് മുകളിലുണ്ടായിരുന്ന മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു. എന്നിട്ട് ആ മുറിയുടെ ജനൽ വഴി ഇറങ്ങി അവർ പുറത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട്. തോമസ് പുറകെ നിന്ന് കഥകിൽ മുട്ടി വിളിച്ച് തുറക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് താഴെ നിന്ന് നേപ്പാളി തോമസ് അണ്ണ എന്ന് വിളിക്കുന്നു. തോമസ് പതുക്കെ തിരിഞ്ഞ് പേടിയോടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൻ കയ്യിലുള്ള നാരങ്ങയിലേക്ക് നോക്കുന്നുണ്ട്. അതിപ്പോഴും മഞ്ഞ കളറിൽ തന്നെയാണ്, കറുത്തിട്ടില്ല. അപ്പൊ ചത്തിടന്നിരുന്ന നേപ്പാളി പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ നിൽക്കുന്നു. അത് കണ്ട് ഒന്ന് ഞെട്ടിയ തോമസ്, നീ എന്താ കളിക്കുവാണോ അത് ഈ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞ് തോമസ് വീണ്ടും സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എന്ന് ആ മുറിയുടെ വാതിൽ ചവിട്ടി തുറക്കാൻ വന്നതും ആ വാതിൽ തനിയെ തുറന്ന് അതിൽ നിന്ന് ശക്തമായ പ്രകാശവും പുറകെ തോമസിന് ആരും അവിടെ നിന്ന് താഴേക്ക് അടിച്ചു വീഴ്ത്തുന്നു. തോമസ് തെറിച്ച് തറയിൽ വന്ന് അടിച്ചു വീഴുന്നുണ്ട്. പക്ഷെ അപ്പോഴവൻ നാരങ്ങയിൽ നിന്നുള്ള പിടി വിട്ടിട്ടില്ല. നാരങ്ങയിലേക്ക് നോക്കിയപ്പോൾ അത് മഞ്ഞ കളർ തന്നെയാണ്. എന്നാൽ അവന്റെ കയ്യിലുള്ള നാരങ്ങയിലേക്ക് നോക്കിയിട്ട് നേരെ ഉണ്ടായിരുന്ന ആ പിയാനോയുടെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ വേറൊരു നാരങ്ങ, അത് കറുത്ത കളറിലായിരുന്നു. സംഭവിച്ചത് ആദ്യം ക്യാമ്പ് ഫയർ കഴിഞ്ഞ് തീയും കെടുത്തി രാജണ്ണൻ വീടിനകത്തേക്ക് വന്നപ്പോൾ നേപ്പാൾ തറയിലിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ജനൽ കർട്ടൻ തീ പിടിച്ചതുപോലെ തോന്നി രാജണ്ണൻ അവനെ പെട്ടെന്ന് തട്ടി മാറ്റിയില്ലേ. അപ്പോൾ അവിടെ ടീപ്പോടെ മുകളിൽ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. അത് തെറിച്ച് പിയാനോയുടെ അടിയിലേക്ക് ഉരുണ്ടുപോയിരുന്നു. ശിവ ആദ്യം തോമസിനെ ഇടിച്ചിട്ടപ്പോൾ അവൻ ഇരുട്ടത്ത് തപ്പിപ്പോയെടുത്തത് ആ നാരങ്ങയായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രി നാരങ്ങ അപ്പുറത്ത് മാറിക്കിടക്കായിരുന്നു. അതിപ്പോൾ ഓൾറെഡി കറുത്ത കളറായി. അതിനർത്ഥം അതിന്റെ ശക്തി പോയി. ഇപ്പോൾ ആത്മാക്കളുടെ ശക്തിയായിരിക്കും അവിടെ കൂടുതൽ. അപ്പോൾ ആ കറുത്ത നാരങ്ങ കണ്ട് തോമസ് ശരിക്കും പേടിക്കുന്നുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് നേപ്പാളി അവനോട് നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ നേപ്പാളിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് രംഗരാജന്റെ ആത്മാവായിരുന്നു. പെട്ടെന്ന് മുകളിലത്തെ മുറിയുടെ വാതിൽ വീണ്ടും തുറക്കുന്നു. അവിടെ നിന്ന് ശക്തമായ പ്രകാശത്തോടൊപ്പം തുളസിയുടെ പ്രേതം പതുക്കെ പുറത്തോട്ട് വരുന്നു. തോമസ് പേടിച്ചു കിടക്കുകയാണ്. പെട്ടെന്ന് അപ്പോൾ പുറത്ത് അവരെല്ലാവരും കാറിൽ കയറി രക്ഷപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. വീണ്ടും അകത്ത് കാണിച്ചപ്പോൾ തോമസ് മുകളിലെ ആ മുറിയിൽ കട്ടിലിന് മുകളിലായിട്ട് എയറിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും തുളസിയുടെ പ്രേതം വരുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ ഒരു കടപ്പുറത്ത് ശിവയും രാജണ്ണനും റേയും രണ്ടുപേരുമായിട്ട് ഡീൽ സംസാരിക്കുകയാണ്. രാജണ്ണൻ ഒരു നാരങ്ങമാലയൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്. അന്നൻ ഇപ്പോഴും ആ പേടി വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ അവർ നടത്തുന്ന ഡീൽ എന്താണെന്ന് വെച്ചാൽ അവർ മോഷ്ടിച്ച ആ കല്ലുകളായിരുന്നു. അതെങ്ങനെ രക്ഷപ്പെട്ടു ഓടി അവരുടെ കയ്യിൽ വീണ്ടും വന്നു എന്ന് വെച്ചാൽ നേപ്പാളി ആ ബോക്സ് ശിവയുടെ മുറിയിൽ നിന്ന് അടിച്ചു മാറ്റി വന്നപ്പോൾ രാജണ്ണനെ കണ്ട് പെട്ടെന്ന് പെട്ടി മേശയുടെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചല്ലോ. ആ സമയം രാജണ്ണന്റെ നൈറ്റ് വിഷൻ ഗ്ലാസ് താഴെ വീണില്ലേ. പിന്നീട് ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് രാജണ്ണൻ ആ ഗ്ലാസ് എടുത്തിട്ടാണല്ലോ കാറിന്റെ അടുത്തേക്ക് മൊബൈൽ എടുക്കാൻ പോയത്. അപ്പോൾ ആ ഗ്ലാസ് രാജണ്ണൻ കുനിഞ്ഞെടുത്തപ്പോൾ മേശയുടെ അടിയിൽ ഉണ്ടായിരുന്ന ആ ബോക്സ് കണ്ടിരുന്നു. അതുകൂടെ എടുത്തിട്ടാണ് കാറിലേക്ക് പോയത്. അടിച്ച് പൂസായിരുന്നുകൊണ്ട് ആ ബോക്സ് എങ്ങനെ മേശയുടെ അടിയിൽ വന്നു എന്ന് രാജണ്ണൻ ചിന്തിച്ചില്ല. കാറിൽ വെച്ച് ആ പ്രേതത്തെ കണ്ട് പേടിച്ചു ഓടിയപ്പോൾ ആ ബോക്സ് വണ്ടിയുടെ അകത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അവർ രക്ഷപ്പെട്ടപ്പോൾ കാറിന്റെ അകത്തിരുന്ന ആ ബോക്സ് അവർക്ക് കിട്ടി. അങ്ങനെ ആ കല്ലുകൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 2 പേർക്ക് കൊടുത്ത് പൈസ മേടിക്കാൻ അവർ. അങ്ങനെ ഡീലെല്ലാം കഴിഞ്ഞ് കുറൽ എവിടെയെന്ന് ശിവ ചോദിച്ചപ്പോൾ അവൻ അന്വേഷിച്ച്
പിടിച്ച് രാജണ്ണം പോകുന്നുണ്ട്. കുറലിനെ കാണിക്കുമ്പോൾ അവൻ ഫോണിൽ കൂടി തോമസിന്റെ ശബ്ദത്തിൽ ACP സത്യമൂർത്തിയെ വിളിച്ച് ഞാൻ തോമസ് ആണെന്ന് പറയുന്നു. അപ്പൊ അയാള് താനിതെവിടെയാണ്, ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തോമസ് അവര് നിന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ സത്യമൂർത്തി കാണണമെന്നോ, ആര് എന്ന് ചോദിച്ചതും പെട്ടെന്ന് വീണ്ടും ഫോണിൽ നിന്നും ആ അസഹനീയമായ ശബ്ദം വരുന്നു. അയാൾ അസ്വസ്ഥയുടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. കുറൽ ആ കോള് കട്ട് ചെയ്യുന്നു. അപ്പൊ രാജവണ്ണൻ അങ്ങോട്ട് വന്ന് കുറലിനെ പുറകിൽ നിന്നും ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ കുറൽ രാജണ്ണനെ നേരെ തിരിഞ്ഞു നിന്ന് ശരിക്കും അലറുന്നു. അത് കണ്ട് രാജണ്ണൻ ഞെട്ടിപ്പോകുന്നു. അവന്റെ ഉള്ളിൽ ഇപ്പോഴും രംഗരാജന്റെ പ്രേതമുണ്ട്. ആദ്യം ACP സത്യമൂർത്തിയുടെ അടുത്താണല്ലോ അദ്ദേഹം തോമസിന്റെ കള്ളക്കളികളുടെ കാര്യം പറഞ്ഞത്. അയാളാണ് തോമസിന് രംഗരാജനെ ഒറ്റ കൊടുത്തത്. അപ്പൊ അയാളെയും കൂടി തീർത്താലാണ് അവരെ ചതിച്ച മുഴുവൻ ആളുകളും തീർന്ന് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുള്ളൂ. അങ്ങനെ കുറൽ പേടിച്ചു നിൽക്കുന്ന രാജണ്ണന്റെ തോളത്ത് കൈയിട്ട് അണ്ണനെയും കൂട്ടി ശിവയുടെയും റിയയുടെയും അടുത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.